കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. പലരും ഈ വാർത്ത യുദ്ധത്തിനിടയിൽ ശ്രദ്ധിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു അച്ചീവ്മെന്റ് ആയിട്ട് വേണം ഇവിടെ ഇന്ത്യ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഒരു കണ്ടുപിടുത്തത്തെ കാണാനായിട്ട്. അതായത് ഇന്ത്യ സ്വന്തമായിട്ട് ഇന്ത്യയുടെ വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി പുതിയ ന്യൂക്ലിയർ ഊർജ്ജം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണെന്ന് വേണം പറയാനായിട്ട്. അതായത് വരാനിരിക്കുന്ന പല ദശകങ്ങളോളം ഇന്ത്യക്ക് സസ്റ്റൈനബിൾ ആയിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന രീതിയിൽ ഒരു വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ ഇന്ത്യ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ലോകത്തില് ആകെ റഷ്യ മാത്രമാണ് ഈ ഒരു അച്ചീവ്മെന്റ് കൈവശമാക്കിയിട്ടുള്ളതെന്ന് വേണം നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട്. റഷ്യ കൂടാതെ ചൈന, ഫ്രാൻസ്, അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്, ഈ മൂന്ന് രാജ്യങ്ങളും ഈ ഒരു നേട്ടം കൈവരിക്കാനായിട്ട് പലപ്പോഴും ശ്രമിച്ചുവെങ്കിലും പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അവർക്കൊന്നും ഈ നേട്ടത്തിലേക്ക് എത്തപ്പെടുവാനായിട്ട് സാധിച്ചിട്ടില്ല ഇതുവരെ. ശരിക്കും ഇനി ആദ്യം എന്താണ് ഈ കണ്ടുപിടുത്തം എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അതായത് ഇന്ത്യ ഇപ്പോൾ ഒരു പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ നിർമ്മിച്ചിരിക്കുകയാണ്. ഇത് ഇന്ത്യയിലെ കൽപ്പക്ക എന്ന സ്ഥലത്താണ് നിർമ്മിച്ചിട്ടുള്ളത്. കൽപ്പക്ക എന്ന് പറയുമ്പോൾ നമുക്കറിയാതെ ചെന്നൈക്ക് സമീപം വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇതിനകം തന്നെ ഒരു ന്യൂക്ലിയർ പ്ലാന്റ് ഓൾറെഡി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിന്റെ സമീപത്താണ് ഇപ്പൊ പുതുതായിട്ട് ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഇന്ത്യ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ റിയാക്ടർ നിർമ്മിച്ചത് ഭാരതീയ നവീക്യ വൈദ്യ നിഗം ലിമിറ്റഡ് എന്ന് പറയപ്പെടുന്ന ഒരു കമ്പനിയാണ്. ഈ ഒരു റിയാക്ടറിനെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്നാണ് വിളിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് റിയാക്ടറിനെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് വിളിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. സാധാരണ നമ്മൾ നോക്കിയാൽ സാധാരണ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ യുറേനിയം ഉപയോഗിച്ചും പ്ലൂട്ടോണിയം ഉപയോഗിച്ചും എനർജി സാധാരണ നിർമ്മിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള റിയാക്ടറുകളിൽ യുറേനിയത്തെ അല്ലെങ്കിൽ പ്ലൂട്ടോണിയത്തിനെ വിഭജിക്കുമ്പോഴാണ് എനർജി എന്ന് പറയപ്പെടുന്ന സാധനം നിർമ്മിക്കപ്പെടുന്നത്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എനർജിയോടൊപ്പം തന്നെ ന്യൂട്രോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇങ്ങനെയാണ് എനർജി റിയാക്ടറുകൾക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ മോഡറേറ്റ് എന്ന് പറയപ്പെടുന്ന ഒരു സാധനമില്ല. പകരം ലിക്വിഡ് സോഡിയമാണ് കൂളന്റായി ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ റിയാക്ടർ ഉപയോഗിച്ച് എനർജി നിർമ്മിക്കുവാനായി ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫ്യൂവൽ ഇന്ത്യക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ യുറേനിയം 238 എന്ന് റിയാക്ടറുകളിൽ നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മൂലകമല്ല എന്ന് നമുക്കറിയാം. എന്നാൽ യുറേനിയം 238ലേക്ക് ഒരു ന്യൂട്രോൺ ആഗീരണം ചെയ്താൽ യുറേനിയം 238 എന്നത് പിന്നീട് പ്ലൂട്ടോണിയം 239 മാറും. ഇങ്ങനെ കൺവെർട്ട് ചെയ്യപ്പെടുന്ന പ്ലൂട്ടോണിയം 239 റിയാക്ടറുകൾക്കുള്ളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഫ്യൂവലായി പിന്നീട് ജനറേറ്റ് ചെയ്യപ്പെടും. അതായത് ഊർജ്ജ നിർമ്മാണ സമയത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റ് പോലും ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന് വീണ്ടും പ്രവർത്തിക്കുവാനുള്ള ഫ്യൂവലായി ഇവിടെ കൺവെർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് അർത്ഥം. അതിനാൽ എനർജി എക്സ്ട്രാക്ഷൻ എന്നത് പരമാവധിയാക്കി മാറ്റുവാനായിട്ട് ഈ ബ്രീഡർ റിയാക്ടർ വഴി ഇന്ത്യക്ക് സാധിക്കും ഫ്യൂച്ചറിലേക്ക്. ഇന്ത്യയുടെ എനർജി നിർമ്മാണം പ്രധാനമായി നോക്കിയാൽ 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ യുറേനിയം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപാദനം നടത്തുകയാണ് ഇന്ത്യ ആദ്യം ചെയ്യുന്നത്. ഇങ്ങനെ വൈദ്യുതി ഉൽപാദനം നടത്തുമ്പോൾ പ്ലൂട്ടോണിയം എന്ന മൂലകം ജനറേറ്റ് ചെയ്യപ്പെടും. ഇനി അടുത്ത ഘട്ടത്തിലാണ് ഇപ്പൊ കണ്ട് പിടിച്ചിട്ടുള്ള ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ ഉപയോഗപ്പെടുത്തുവാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുക. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പ്ലൂട്ടോണിയം ഉപയോഗിച്ച് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ വഴി കൂടുതൽ ഫ്യൂവൽ നിർമ്മിക്കാനായിട്ട് എന്ത് ചെയ്യും, ഇന്ത്യക്ക് സാധിക്കും. അടുത്ത ഘട്ടമാണ് സ്റ്റേജ് 3 എന്ന് പറയുന്നത്. സ്റ്റേജ് 3 ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഫ്യൂവൽ ഉപയോഗിച്ച് യുറേനിയം 239 നിർമ്മിക്കുവാനും അതുവഴി ഇന്ത്യക്ക് ദീർഘകാലത്തേക്കുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനും സാധിക്കും. എന്തുകൊണ്ടാണ് ഈ ഒരു ടെക്നോളജി ഇന്ത്യക്ക് സഹായകരമാകുന്നതെന്ന് ചോദിച്ചാൽ അതിന് കാരണം ഇന്ത്യയിലെ യുറേനിയം 239 എന്ന മൂലകത്തിന്റെ ലഭ്യത കുറവാണ്. അതിനാലാണ് ഈ 3 ഘട്ട പദ്ധതിയിലൂടെ ഇന്ത്യക്ക് ദീർഘകാല ഊർജം ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ മുന്നേറ്റം വളരെ പ്രധാനമാണ്. കാരണം ദീർഘകാല എനർജി എന്നത് ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളുടെ മേലുള്ള ഡിപ്പെൻഡൻസിനെ പ്രധാനമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. അതുമാത്രമല്ല ഇന്ത്യക്ക് ക്ലീൻ എനർജി അഥവാ നമ്മൾ ഈ പറയാനുള്ള കാർബൺ കുറഞ്ഞിട്ടുള്ള എനർജി നിർമ്മിക്കുവാനും ഇതുവഴി സാധിക്കും. ഇപ്പോൾ ലോകത്ത് കൊമേഴ്ഷ്യൽ ഫാസ്റ്റ് ആയിട്ട് ഈ ബ്രീഡർ റിയാക്ടർ ഉപയോഗിക്കുന്ന രാജ്യം റഷ്യ മാത്രമാണ്. ആ പട്ടികയിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജപ്പാന്, യുണൈറ്റഡ് സ്റ്റേറ്റ്, ഫ്രാൻസ്, ചൈന തുടങ്ങിയ വികസിത രാജ്യങ്ങൾ പലതവണ ഈ ഒരു ഡെവലപ്മെന്റ് വിജയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അവർക്ക് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ന്യൂക്ലിയർ ഷെയർ എന്ന് പറയുന്നത് ഏകദേശം 3% മാത്രമാണ്. എന്നാൽ ഭാവിയിൽ ഇത് വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ റിയാക്ടർ ബിൽഡിംഗ് വഴി ലക്ഷ്യം. അതിനാൽ ഈ ഒരു മുന്നേറ്റത്തെ ഇന്ത്യയുടെ ഭാവിയിലെ എനർജിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വലിയ ചുവടുവയ്പായിട്ടാണ് ഇന്ത്യയും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളും നോക്കിക്കാണുന്നത്.